മറ്റ് വാർത്തകളിലേക്ക് വെല്ലുവിളികൾ നിറഞ്ഞ മണ്ഡലകാലമാണ് കഴിഞ്ഞു പോകുന്നത് എന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സുപ്രീം കോടതി വിധി നടപ്പാക്കുക എന്ന കടമയാണ് സർക്കാർ ചെയ്തത്. രാഷ്ട്രം ഭരിക്കുന്ന പാർട്ടി ശബരിമലയിൽ ഭക്തജനങ്ങൾ വരരുത് എന്ന് പ്രചരണം നടത്തി. അക്രമം മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ശബരിമലയെ തകർക്കുക എന്ന അവരുടെ അജണ്ട കേരളീയർക്ക് മനസ്സിലായെന്നും മന്ത്രി സന്നിധാനത്ത് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഭക്തജനങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്നുള്ള ക്യാമ്പയിൻ തന്നെ ഒരു ദേശീയ രാഷ്ട്രീയ കക്ഷി, രാജ്യം ഭരിക്കുന്ന കക്ഷി ജനങ്ങൾ വരുന്നതായിട്ട് പ്രദേശങ്ങളിലെല്ലാം നടത്തുന്നുണ്ടായിരുന്നു. അത് മറികടക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ വെല്ലുവിളിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത്. കേരള സമൂഹത്തിന്, കേരളീയർക്ക് വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇങ്ങോട്ട് വരരുത്, ഇവിടെ കാണിക്കേണ്ടരുത്, ശബരിമലയെ തകർക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടി പരിശ്രമിച്ച ഛിദ്രശക്തികൾക്കെതിരെ ഉള്ള വലിയ ഒരു പോരാട്ടം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ദിവസങ്ങളിൽ നടന്നത്. നിശ്ചയമായിട്ടും വസ്തുതകൾ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചിലപ്പോൾ കാണിക്കുക ആകെ എണ്ണി നോക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷത്തെ വരുമാനത്തിൽ കുറവുണ്ടാവും. അതെല്ലാം തന്നെ വരുന്ന നാളുകളിൽ ഭക്തജനങ്ങൾ തന്നെ, ഇവിടെയെല്ലാം ഭക്തർ നൽകുന്നതാണ്, അത് ജനങ്ങൾ തന്നെ നൽകിക്കൊള്ളും, ഭക്തർ തന്നെ നൽകിക്കൊള്ളും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും കുറവ് ദേവസ്വം ബോർഡിന് ഇതിന്റെ ഭാഗമായിട്ട് വന്നാൽ ഗവൺമെന്റ് അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. മകരവിളക്ക് ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായെന്ന് പത്തനംതിട്ട കലക്ടർ PB നൂഹ് പറഞ്ഞു. തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലുള്ള സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് എന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. മകരവിളക്കിനുള്ള എല്ലാ തയ്യാറെടുപ്പും പൂർണ്ണമായിട്ടുണ്ട്. നമുക്ക് 7ഓളം വ്യൂ പോയിന്റുകൾ, കഴിഞ്ഞ വർഷത്തിനേക്കാൾ 2 വ്യൂ പോയിന്റ്സ് നമ്മൾ കൂടുതലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ സഫീഷ്യന്റ് ആയിട്ടുള്ള ബാരിക്കേഡും ലൈറ്റിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട്. ശബരിമലയിൽ യുവതികൾ ദർശനം നടത്തിയെന്ന സർക്കാർ വാദം തെറ്റാണെന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗം അജയ് തറയിൽ. വ്യാജ ഫോട്ടോഷൂട്ടാണ് നടന്നത് എന്നും അജയ് തറയിൽ ന്യൂസ് 18നോട് പറഞ്ഞു. ഈ ഹൈക്കോടതി വിധിക്ക് ശേഷം ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ച് സോപാനത്ത് വന്ന് ദർശനം നടത്തിയിട്ടില്ല. ഒരു യുവതിയും ഈ ദിവസം വരെ സോപാനത്ത് വന്ന് അയ്യപ്പസ്വാമിയെ ദർശനം നടത്തിയിട്ടില്ല. ആ ദർശനം നടത്തിയതിന്റെ ഒരു തെളിവും ഈ ഗവൺമെന്റിനോ പോലീസിനോ ദേവസ്വം ബോർഡിനോ നൽകുവാൻ കഴിയില്ല. സുപ്രീം കോടതിയിൽ ഗവൺമെന്റിന് കൊടുക്കാൻ വേണ്ടി ഒരു അഫിഡവിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആരൊക്കെയോ കൊണ്ടുവന്ന് കെട്ടിയെഴുന്നള്ളിച്ച് വേഷപ്രച്ഛനയായി മതിൽ ചാടിച്ച് ഊടുവഴികളിലൂടെ അമ്പലത്തിന്റെ പരിസരത്ത് കൂടി നടന്നു എന്ന ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടാക്കിയെന്നല്ലാതെ പോലീസിന്റെയും സർക്കാരിന്റെയും അവകാശവാദം തികച്ചും തെറ്റാണ്. യുവതികൾ വന്ന് സോപാനത്ത് നിന്ന് ദർശനം നടത്തിയിട്ടില്ല എന്ന് എല്ലാ തെളിവുകളും കൂടെയുണ്ട്. അത് നേരെ മറിച്ചാണ് തെളിയിക്കാൻ ഞാൻ ഈ ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും പോലീസിനെയും ഇത്തരത്തിൽ വെല്ലുവിളിക്കുകയാണ്. ഇതെല്ലാം ശരിയാക്കി തരാമെന്നല്ലേ പറഞ്ഞത്. ഇത് കണ്ടില്ലേ, ശബരിമല മകരവിളക്ക് ദിവസം കാണുന്ന അവസ്ഥയാണ്. എല്ലാം ശരിയാക്കിയിരിക്കുന്നു. ഒരു 2-2.5 കോടിയോളം വരുന്ന ഭക്തർ ഇവിടെ ഇത് എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ.